സമ്പാദ്യം മുഴുവൻ എടുത്ത് ഒരു സ്ഥലം വാങ്ങി. ഒടുവിൽ അവിടെ വീട് വെക്കാൻ പറ്റില്ല എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ലക്ഷക്കണക്കിന് രൂപയാണ് പലർക്കും ഇങ്ങനെ നഷ്ടപ്പെടുന്നത്. നിങ്ങളൊരു വീട് വെക്കാൻ വേണ്ടി സ്ഥലം നോക്കുന്നവരാണെങ്കിൽ പറ്റിക്കപ്പെടാതിരിക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. വസ്തു വിൽക്കുന്ന ആളുടെ കയ്യിൽ ഒറിജിനൽ ആധാരം ഉണ്ടെന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തുക. ഇനി ആധാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജുകളിൽ കാണുന്ന വസ്തുവിവര പട്ടിക നോക്കുക. അതിൽ സ്ഥലം, നിലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ വസ്തു വാങ്ങാതിരിക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. കാരണം നിലം നികത്തി വീട് വെക്കുന്നതിന് നിയമപരമായി ഒരുപാട് തടസ്സങ്ങളുണ്ട്. അത് പിന്നീട് വലിയ തലവേദനയാകും. അതേസമയം ഈ വസ്തുവിവര പട്ടികയിൽ പുരയിടം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. പുരയിടത്തിൽ വീട് വെക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. എങ്കിലും പുരയിടമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷവും ഈ ആധാരവും മുന്നാധാരങ്ങളും വാങ്ങി ഒരു വക്കീലെ കാണിച്ച് ലീഗൽ വെരിഫിക്കേഷൻ നടത്തുക. ഒരു 5000 രൂപയ്ക്കകമേ ഇതിന് ചെലവ് വരൂ. എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഈ ഒരു മുൻകരുതൽ സഹായിക്കും. ഹായ് ഫ്രണ്ട്സ്, ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കൂ. ഇതേപോലുള്ള റിയൽ അനുഭവങ്ങളും അറിവുകളും ഇനിയും കാണാൻ വസ വൈബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. ആധാരത്തിലെ അളവ് കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. ഇവിടെയാണ് എനിക്ക് പറ്റിയ ആ അനുഭവം ഞാൻ പറയാം. ഞാനൊരു സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് കച്ചവടം ഉറപ്പിക്കുന്നതിന് മുൻപ് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഒരു ഗവൺമെൻറ് അപ്രൂവ്ഡ് സർവേയറെ കൊണ്ടുവന്ന് ആ സ്ഥലം കൃത്യമായി ഒന്ന് അളപ്പിച്ചു. അളന്നു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആധാരത്തിൽ പറയുന്നതിനേക്കാൾ 5 സെൻറ്റ് ഭൂമി അവിടെ കുറവാണ്. ഒരു റിട്ടയർഡ് തഹസിൽദാരുടെ ലീഗൽ ഹെൽപ്പ് കൂടി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് വലിയൊരു നിയമക്കുരുക്കിൽപ്പെടാതെ അന്ന് എനിക്ക് ആ കച്ചവടത്തിൽ നിന്ന് സുരക്ഷിതമായി പിന്മാറാൻ പറ്റി. പക്ഷേ ഇപ്പോൾ എനിക്ക് വീട് വെക്കാൻ പാകത്തിനുള്ള എല്ലാ രേഖകളും കൃത്യമായ നല്ലൊരു സ്ഥലം കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആരെയും കണ്ണും പൂട്ടി വിശ്വസിക്കാതെ ടോക്കൺ കൊടുക്കുന്നതിന് മുൻപ് സ്വന്തം ചെലവിൽ ഒരു സർവേയറെ കൊണ്ടുവന്ന് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ റോഡിനൊപ്പമാണെന്ന് തോന്നാം. പക്ഷേ പരിചയസമ്പന്നനായ ഒരു എഞ്ചിനീയറെ കാണിച്ച് അവിടുത്തെ വാട്ടർ ലെവൽ നോക്കണം. സ്ഥലം റോഡിനേക്കാൾ താഴ്ന്നതാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കി മണ്ണിടിച്ച് പൊക്കേണ്ടി വരും. ഇങ്ങനെ മണ്ണിടിക്കുന്ന സ്ഥലത്ത് വെറുതെ തറകെട്ടി വീട് വെക്കാൻ പറ്റില്ല. കോളം ഫൂട്ടിങ് ചെയ്യേണ്ടി വരും. അതിനു പുറമെ മണ്ണിടിച്ച വശങ്ങളിൽ സാധാരണ മതിൽ കെട്ടിയാൽ മണ്ണിന്റെ പ്രഷർ കാരണം മതിൽ ഇടിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല ചെലവുള്ള റബിൾ ഫൗണ്ടേഷൻ കെട്ടി വേണം മതിൽ പൊക്കാൻ. ഇതാണ് ലാൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. സ്ഥലം വാങ്ങുന്നതിന് മുൻപ് ഈ ചെലവ് കൂടി കൂട്ടണം. ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഈ പ്ലോട്ടിനേക്കാൾ ലാഭത്തിൽ വേറെ നല്ലൊരു സ്ഥലം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ഈ സ്ഥലം അങ്ങ് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് സ്ഥലം വാങ്ങുന്നതിന് മുൻപ് ഈ ചെലവ് കൂടി മുൻകൂട്ടി കണക്ക് കൂട്ടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ്, നമുക്ക് ആ സ്ഥലം കണ്ടിഷ്ടപ്പെട്ടാൽ ആ സ്ഥലത്തെക്കുറിച്ച് അടുത്തുള്ള അയൽക്കാരോട് ഒന്ന് സംസാരിക്കേണ്ടതാണ്. ആധാരത്തിൽ വരാത്ത വെള്ളത്തിൻ്റെ ലഭ്യതയെക്കുറിച്ചും പല തർക്കങ്ങളെക്കുറിച്ചും അറിയാൻ ഈ ഒരൊറ്റ വഴി മതി. അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ സർവേ നമ്പർ വെച്ച് ഭാവിയിൽ അവിടെ വല്ല സർക്കാർ പ്രോജക്റ്റോ റോഡ് വികസനമോ വരുന്നുണ്ടോ എന്ന് നോക്കണം. മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണെങ്കിൽ LSGD വെബ്സൈറ്റിലെ മാസ്റ്റർ പ്ലാൻ നോക്കാം. പഞ്ചായത്താണെങ്കിൽ വില്ലേജ് ഓഫീസിലോ ആ വാർഡിലെ മെമ്പറെയോ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ വരാൻ പോകുന്ന പ്രോജക്റ്റുകളെക്കുറിച്ച് കൃത്യമായി വിവരം കിട്ടും. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും വസ വൈബിനെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.